Good morning, miss. Good morning. Good morning, miss. Good morning, miss. Good morning. Good morning. Good morning, miss. Ana. Good morning, miss. Good Ana morning. Good morning, miss. പഠിപ്പന്നെ Good morning, miss. How are you, miss? Video ആണൊക്കെ. How are you, miss? Fine. How are you, miss? Fine. Okay. അത് തിരിച്ചു വെക്കണം. അങ്ങാട്ടി ടർക്കിയെല്ലാം കാണുന്നു. Okay. Let us start the lesson 4. Okay. Open the textbook, lesson 4. മിസ്സേ കഴിഞ്ഞ ക്ലാസ്സിന്റെ 2 ക്ലാസ്സിന്റെ ലിങ്ക് മിസ് അയച്ചിട്ടില്ല. കിട്ടിയില്ലേ? അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ല. ആർക്കും കിട്ടിയില്ല. ഞാൻ അതൊരു സ്റ്റോറി ആയിരുന്നു. നമുക്ക് ഇന്ന് തൊട്ട് കറക്റ്റ് ലിങ്ക് അയക്കും കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിന്റെയോ? കഴിഞ്ഞ ക്ലാസ്സിന്റെയും അയക്കുന്നതായിരിക്കും. മിസ് ഒന്നുകൂടി പറഞ്ഞുതരുമോ? അതൊരു സ്റ്റോറി അല്ലേ മോളെ? ഒരു സ്റ്റോറിയാണ്. വേർ ആർ ഗ്രാനീസ് ടീത്ത്. അതിൽ നിന്ന് എക്സാമിന് ഒന്നും വരൂല. എക്സാമിന് വരില്ല. അതൊരു സ്റ്റോറി ആയതുകൊണ്ട് ജസ്റ്റ് വായിക്കാനുള്ളതാണ്. ഓക്കെ. ഓക്കെ. ഫ്ലഡ്. 4th ലെസൺ ഫ്ലഡ്. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലഡ് നമ്മൾ 2 വർഷം കഴിഞ്ഞ മുമ്പത്തെ വർഷം കണ്ടു. ഫ്ലഡ് അല്ലേ? വെള്ളപ്പൊക്കം അല്ലേ? ഓക്കെ. ഗെറ്റ് സെറ്റ്. Tick the things that can tell you about flood. ഫ്ലഡിനെ കുറിച്ച് നമുക്ക് അറിവ് നൽകുന്ന തിങ്സ് ഏതൊക്കെയാണ്? ആ പിക്ചറിൽ look at the textbook. Look at your textbook. റേഡിയോ, ന്യൂസ് പേപ്പർ, ടെലിവിഷൻ അല്ലേ? Yes or no? Okay. Radio, television, and newspaper. Now, flood. Flood. Look in your textbook. Thunder and lightning woke the villagers of Kasipur at midnight. Thunder and lightning. തണ്ടർ എന്ന് പറഞ്ഞാൽ ഇടിയും മിന്നലും അല്ലേ? ഇടിയും മിന്നലും, ഭയങ്കര ശക്തമായ ഇടിയും മിന്നലും കാരണം കാസിപ്പൂർ മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രിയിൽ കാസിപ്പൂരിലെ ജനങ്ങളെല്ലാം എഴുന്നേറ്റു. അത്രയ്ക്ക് ശക്തമായ ഇടിയും മിന്നലും. Thunder and lightning woke the villagers of Kasipur at midnight. Raja and Ruba got out of bed and looked out. രാജയും രൂപയും അയ്യോ തണ്ടറിൻ്റെയും ലൈറ്റനിങ്ങിൻ്റെയും ഇതെല്ലാം ഡിസ്റ്റർബൻസ് മൂലം അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. എ സ്ട്രോങ് വിൻഡ് വാസ് ബ്ലോയിങ്. Rain was clattering down on their roof and the
water was gushing in a stream down the ground. എന്താണ് അവര് പുറത്തേക്ക് നോക്കിയപ്പോൾ ഭയങ്കര കാറ്റ്, പിന്നെ then raining heavily and wind was strong, wind was blowing. The rain was clattering down എന്ന് പറഞ്ഞാൽ എന്താ, fell on the roof with a rough sound. മഴവെള്ളം വീഴുന്നതിന്റെ ഭയങ്കരമായ സൗണ്ട്, വീടിനും റൂഫിൽ മഴവെള്ളം വീഴുന്ന ഭയങ്കരമായ സൗണ്ട്. Then clattering meaning fell on the roof with a rough sound. Clattering down on the roof and the water was gushing in a stream down to the ground. Gushing എന്ന് പറഞ്ഞാൽ flow down, റൂഫിൽ നിന്നും ഒരു സ്ട്രീം എന്ന് പറഞ്ഞാൽ സ്മോൾ റിവർ ആണ്, ഒരു വലിയ ഒരു വെള്ളം ഒത്തിരി ആയിട്ട് വെള്ളം താഴേക്ക് ചാടുകയാണ്. ഗ്ലഷിങ്, ഫ്ലോ ഡൗൺ വിത്ത് ഫോഴ്സ്. ഗ്ലഷിങ് ഇൻ എ സ്ട്രീം ഡൗൺ ടു ദ ഗ്രൗണ്ട്. ഇൻ എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്, ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ മിന്നലിന്റെ വെളിച്ചത്തിൽ, ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്. ദേ സോ ട്രീസ് സ്വയിങ് ഇൻ ദ വിൻഡ്. മരങ്ങളെല്ലാം ഇങ്ങനെ ഊഞ്ഞാൽ പോലെ ആടുകയാണ്. സ്വയിങ് ഇൻ ദ വിൻഡ്. ബ്രാഞ്ചസ് ബ്രോക്ക് ആൻഡ് ഫെൽ ഡൗൺ. വലിയ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ വരുമ്പം എല്ലാവർക്കും അറിയത്തില്ല എന്തൊക്കെ സംഭവിക്കുന്നു. മരങ്ങളെല്ലാം ഒടിഞ്ഞു ആടും, മരങ്ങളെല്ലാം ഊഞ്ഞാലാടുന്ന പോലെ ഇങ്ങനെ ആടും. So big pools of rainwater gathered here and there. മഴവെള്ളം കെട്ടിക്കിടന്ന ഓരോ ചെറിയൊരു കുളം പോലെ വീടിനും മുറ്റത്തൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും. Big pools of rainwater gathered here and there. The two children went back to bed, shivering in the cold. Ruba and Raja went back to their bed. Why? Because they were shivering in the cold. ഭയങ്കര കാറ്റും മഴയും അല്ലേ, അപ്പം ഭയങ്കര തണുപ്പായിരിക്കും. So they went back to their bed. When they woke up in the morning, it was morning. പിന്നെ അവർ കിടന്നുറങ്ങിയിട്ട് എപ്പോഴാണ് എഴുന്നേറ്റത്? രാവിലെ. It was still raining heavily. മഴ ഇപ്പോഴും ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. Their neighbor എന്ന് പറഞ്ഞാൽ ഷാനെ എന്ത് ചെയ്യുവാ? It was raining heavily. Still raining heavily. Their neighbor എന്ന് പറഞ്ഞാൽ അയൽവക്കക്കാരൻ. നെയ്ബർ അങ്കിൾ നാഗു. നെയ്ബറിന്റെ പേരെന്താ? നാഗു. തോഷ്യൻ ടിറ്റൂസ്. സിറ്റ് പ്രോപ്പർലി. കളിക്കാനുള്ളതല്ല കേട്ടോ, ക്ലാസ് എടുക്കുമ്പോൾ മര്യാദയ്ക്ക് ഇരുന്നോ. Then their neighbor Uncle Nagu brought bad news. Uncle Nagu കുറച്ച് ബാഡ് ന്യൂസുകളുമായിട്ടാണ് വന്നത് രാവിലെ തന്നെ. The roof of my shop was blown away last night. എന്താ പറഞ്ഞ ആകു? ഇന്നലത്തെ കാറ്റിനും മഴയത്തും എൻ്റെ കടയുടെ റൂഫ് വീണുപോയി. All things in my shop are wet. റൂഫ് പോയി കഴിഞ്ഞാൽ, മേൽക്കൂര പോയി കഴിഞ്ഞാൽ വെള്ളമെല്ലാം അങ്ങോട്ടായിരിക്കും, ഷോപ്പിനകത്തേക്കാവും. അപ്പൊ സാധനങ്ങളെല്ലാം നനഞ്ഞുപോയി. All things in my shop are wet. Who will buy them? നനഞ്ഞ സാധനങ്ങൾ ഇനി ആര് വാങ്ങും? Uncle Nagu is very sad. It is impossible to go to the field today, said father. Father പറഞ്ഞു ഇന്ന് ഫീൽഡിലേക്ക്, അതായത് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൃഷിസ്ഥലത്തേക്ക്. ഇന്ന് കൃഷിസ്ഥലത്തേക്ക് പോലും പോകാൻ പറ്റില്ല, അത്രയ്ക്കും വെള്ളമാണ്. It is impossible to go to the field today, said father. The river is already overflowing the banks, said Uncle Nagu. റിവറുകൾ, നദികളെല്ലാം കരകവിഞ്ഞൊഴുകയാണ്. ഓവർഫ്ലോയിങ്, കരകവിഞ്ഞൊഴുകുക, നിറഞ്ഞു കവിഞ്ഞൊഴുകുക. The banks, the river is already overflowing the banks, said Uncle Nagu. According to the radio news, from
റേഡിയോ ന്യൂസിൽ കൂടി അവർ അറിഞ്ഞു ഇറ്റ് വിൽ റെയിൻ ഓൾ ഡേ ടുഡേ. നമുക്ക് മഴയൊക്കെ ഉള്ള ദിവസം നമുക്കൊന്നും അറിയത്തില്ലേ, ഇങ്ങനെ റേഡിയോ ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടാവുമല്ലേ ന്യൂസ്, നാളെയും കൂടെ മഴയായിരിക്കും എന്നൊക്കെ. അതുപോലെ തന്നെ അവിടെ അക്കോർഡിംഗ് ടു ദ റേഡിയോ ന്യൂസ് ഇറ്റ് വിൽ റെയിൻ ഓൾ ഡേ ടുഡേ, സൂൺ അവർ വില്ലേജ് വിൽ ബി ഫ്ലഡഡ്. ഉടനെ നമ്മുടെ വില്ലേജും വെള്ളത്താൽ നിറയപ്പെടും, ഫ്ലഡഡ്. രാജ ആൻഡ് രൂപ ലിസൺ ടു ദ ടു മെൻ ടോക്കിംഗ്. ആരൊക്കെ സംസാരിക്കുന്നത്? അങ്കിൾ നാഗു ആൻഡ് ഹിസ് ഫാദർ, രാജ ആൻഡ് രൂപാസ് ഫാദർ. So Raja and Ruba listened to the two men talking. It seemed many villages and towns in their area had been flooded. അവരുടെ സംസാരത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായി അവരുടെ വില്ലേജിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. This meant that river water had entered the fields and even houses. പുഴകളിൽ വെള്ളം കൂടിയിട്ട് ആ വെള്ളം വീടുകളിലേക്കും ഫീൽഡിലേക്കൊക്കെ വരാൻ തുടങ്ങി. ദ വാട്ടർ ഹാഡ് സെപ്റ്റ് അവേ എവറിത്തിങ്. കുറേയും കൂടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ എല്ലാം തുടച്ചു മാറ്റപ്പെടും വെള്ളത്താൽ. ഓക്കെ. ഹൗസ് ഹോൾഡ് തിങ്സ്, റൂഫ്സ് ഓഫ് ഹൗസസ്, ക്ലോത്ത്സ്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, എല്ലാത്തിനെയും ഒഴുക്കിക്കൊണ്ട് പോകുന്നതാണ്. ജസ്റ്റ് ദെൻ അങ്കിൾ വേണു കെയിം. Then now Uncle Venu came. The water has entered our village. വേണു എന്താ പറഞ്ഞത്? വെള്ളം ഞങ്ങളുടെ വില്ലേജിൽ മൊത്തം വെള്ളമായി, വെള്ളം കയറി. He shouted, there is knee deep water. മുട്ടൊപ്പം വെള്ളമാണെന്ന്. knee deep. There is knee deep water in Renu and Deva's house. രൂപ ആൻഡ് രാജാസ് ഫ്രണ്ട്സ് ആണ് റീനു ആൻഡ് ദേവ. അവരുടെ വീട്ടില് മുട്ടപ്പം വെള്ളമായി. ദ ഫീൽഡ്സ് ആർ ഓൾറെഡി ഫുൾ ഓഫ് വാട്ടർ. കൃഷിസ്ഥലം എല്ലാം വെള്ളത്തിൽ മുങ്ങി. ദ ക്രോപ്സ് ആർ ഓൾ റൂയിൻഡ്. വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ അത് ഇവിടെയുള്ള കൃഷികളെല്ലാം നശിച്ചു പോകുകയല്ലേ. റൂയിൻഡ്, ഡാമേജ്. റൺ വൈൽ ദർ ഈസ് ടൈം. ഹി റഷ്ഡ് അവേ. അങ്കിൾ വേണു എന്താ പറഞ്ഞത്? മൊത്തം വെള്ളം കൊണ്ട് നിറയാൻ പോവുകയാണ്, എല്ലാം വെള്ളം പൊങ്ങുകയാണ്, അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം. സോ റഷ്ഡ് അവേ. ലെറ്റ് us collect our things and flee to safety. We must save ourselves, cried Uncle Nagu, and as he ran out too. നാഗു എന്ന് പറഞ്ഞു, നമുക്ക് നമ്മളുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് സേഫായ പ്രദേശത്തേക്ക് മാറാം. ഓക്കെ. Can we help you pack? രാജ asked his father. ഫാദറും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യുകയാണ്, വേറെ സേഫായ പ്രദേശങ്ങളിലേക്ക് പോകാൻ. മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ഇവിടെയൊന്നും വെള്ളം പൊങ്ങിയില്ലെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ അല്ലേ എല്ലാവരും ആവശ്യമായ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി വള്ളത്തേലും ഇതിലെല്ലാം വേറെ സേഫായ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ രാജയും ഫാദറൊക്കെ സേഫായ പ്രദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ക്യാൻ വി ഹെൽപ്പ് യു പാക്ക്? രാജ ആസ്ക്ഡ് ഹിസ് ഫാദർ. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യട്ടെ. യെസ് സെഡ് ഫാദർ. ഫാദർ എന്ത് പറഞ്ഞു? ആ വേഗം പാക്ക് ചെയ്തു, ആവശ്യമുള്ള സാധനം ഹെൽപ്പ് ചെയ്യും. ബട്ട് റിമെമ്പർ നോട്ട് ടു ടേക്ക് ടു മെനി തിങ്സ്. എന്ത് പറഞ്ഞു ഫാദർ? ഒത്തിരി സാധനങ്ങൾ എടുക്കരുത്, ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക, അല്ലാതെ ടോയ്സും അതും ഇതും എല്ലാം, ടോയ് കാറും അങ്ങനെ ഉള്ളതൊന്നും എടുക്കരുത്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. സോ ബട്ട് റിമെമ്പർ നോട്ട് ടു ടേക്ക് ടു മെനി തിങ്സ്. If we have moved fast, we must carry only a few important things like food, money and some clothing. നമുക്ക് വേഗം പോകണമെങ്കിൽ വീട്ടിലെ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കണ്ട, വേഗം പോകണമെങ്കിൽ കുറച്ച് ഫുഡും മണിയും പിന്നെന്താ ക്ലോത്ത്സും. വാട്ട് അബൌട്ട് ഡ്രിങ്കിങ് വാട്ടർ? ആസ്ക്ഡ് രൂപ. രൂപ എന്താ, ഡ്രിങ്കിങ് വാട്ടർ കൂടി എസെൻഷ്യൽ അല്ലേ ഇപ്പം എടുക്കണ്ടേ? ആൻഡ് എ ടോർച്ച് ഷീ ആസ്ക്ഡ്. യെസ് ദോസ് ടു. ദെൻ ഫാദർ പറഞ്ഞു, ഓക്കെ ഞാൻ മറന്നുപോയി, ഡ്രിങ്കിങ് വാട്ടറും പിന്നെന്താ ടോർച്ച് എടുത്തു. യെസ് ദോസ് ടു സെഡ് മദർ, who was quietly moving about gathering their belongings and some medicine. Then they
took some medicines also. The children ran to help. Children, Ruba and Raja helped their father. The children, I feel sad to leave my toys behind, said Raja. അവിടെ ആ വീട്ടിൽ അവൻ്റെ ടോയ്സും അവൻ്റെ ഇഷ്ടപ്പെട്ട വസ്തുക്കളെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം. കാരണം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമല്ലേ എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അവൻ പറയും, എനിക്കാണെങ്കിൽ എൻ്റെ ടോയ് ഇവിടെ ഇട്ടിട്ട് പോകാൻ എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല. The most important thing is to save our lives. അപ്പം മദർ എന്ത് പറഞ്ഞു? ടോയ്സും അത് എല്ലാം എടുക്കണ്ട, നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ലൈഫ് സേവ് ചെയ്യുക. ലേറ്റർ വി ക്യാൻ വർക്ക് ഹാർഡ്. എല്ലാം നഷ്ടപ്പെട്ടാലും നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്ത് മണി ഉണ്ടാക്കി അത് നമുക്കെല്ലാം മേടിക്കാം, അല്ലേ? സോ ലേറ്റർ വി ക്യാൻ വർക്ക് ഹാർഡ് ആൻഡ് മേക്ക് അപ്പ് ഫോർ ദിസ്. ദെൻ വി ക്യാൻ ഗെറ്റ് ന്യൂ ടോയ്സ് ഫോർ യു. നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്ത് മണി സമ്പാദിച്ച് നമുക്ക് ടോയ്സ് ഒക്കെ പിന്നെയും മേടിക്കാം. അതുകൊണ്ട് ഇപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളെടുത്ത്, അത്യാവശ്യ സാധനങ്ങളെടുത്ത് നമ്മുടെ ലൈഫ് സേവ് ചെയ്യാം. നൗ കം ക്വിക്ക്ലി സെഡ് ഫാദർ. ഫാദർ എന്ത് പറഞ്ഞു? വേഗം വാ, വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. ലെറ്റ് us pick up our bundles. എല്ലാം കൂടെ ഒരു ബണ്ടിലാക്കി വെച്ചിരുന്നു, കെട്ടാക്കി വെച്ചിരുന്നത്. ആൻഡ് ലീവ് ബിഫോർ ദ ഫ്ലഡ് റീച്ചസ് us. വെള്ളം കയറുന്നതിന് മുമ്പ് ഇതൊക്കെ എടുത്ത് നമുക്ക് പോകാം. Let us pick up our bundles and leave before the flood reaches. The two children nodded. Nodded എന്ന് പറഞ്ഞാൽ തലയാട്ടി. Their parents were calm and the children felt no fear. പേരൻസ് വളരെ കാമായിരുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം തിരിച്ചു വരുമ്പോഴത്തേക്കും ഉണ്ടാകുമോ, നനഞ്ഞു പോകുകയല്ലേ. പക്ഷെ കുട്ടികൾക്ക് ഭയമില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ പേരൻസ് അല്ലേ അവരുടെ കൂട്ടത്തിലുള്ളത്, അല്ലേ? അതുകൊണ്ട് അവർക്ക് പേടിയില്ല. The parents were calm and the children felt no fear. They realized that by keeping a cool head, they could save themselves from disasters. പേരൻസ് ഒക്കെ വളരെ കാമായിട്ട് പോയത് എന്തുകൊണ്ടാണ്? അവർക്കറിയാം എല്ലാ കാര്യങ്ങളും കാമായിട്ട്. നമ്മളത് അയ്യോ വെള്ളം പൊങ്ങുന്നു എന്ന് പറഞ്ഞ് തിരക്കിട്ട് അല്ലെങ്കിൽ പേടിച്ച് കാറി അവിടെ തന്നെ ഇരുന്നാൽ എന്ത് ചെയ്യും? വെള്ളം പൊങ്ങി മരിക്കും. അതിലും ഭേദം കാമായിട്ട് വേറൊരു സേഫായ പ്ലേസിലേക്ക് പോയിട്ട് രക്ഷപ്പെടുക, അല്ലേ? അങ്ങനെയാണ് പേരൻസ് തീരുമാനം. They realized that by keeping a cool head, they could save themselves from disasters. That is flood. Okay, lesson. ആ ലാസ്റ്റ് ഒന്ന് ഡേറ്റും ഡേയും എഴുതിക്കേ. ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് പേജ് നമ്പർ 16 ലാസ്റ്റ്. നമ്മൾ എന്നാ ആ ലെസൺ എടുത്തെന്ന് അറിയണ്ടേ? ഓക്കെ, ഡേറ്റും ഡേയും. ഇന്നത്തെ ഡേറ്റ് എത്രയാ? 2 ഫെബ്രുവരി. ഓക്കെ, ഡേ ട്യൂസ്ഡേ എഴുതിക്കേ. ലാസ്റ്റ് നമ്മൾ ഈ ലെസൺ പഠിപ്പിച്ച ദിവസം അറിയാൻ വേണ്ടിയാണേ. എഴുതിയോ? ഓക്കെ, നൗ ലുക്ക് ന്യൂ വേർഡ്സ്. നമ്മൾ ഈ ലെസണിൽ പഠിച്ച പുതിയ വാക്കുകളും ന്യൂ വേർഡ്സ് ആൻഡ് ദർ മീനിങ്സ്. ക്ലാറ്റേർഡ് ഡൗൺ ഓൺ ദ റൂഫ്. Clattered down. Rain was clattered down on the roof and the water was gushing in a stream down down to the ground. Clattered down on the roof. What is the meaning of clattered down? Huh? Arka? Benita? കേൾക്കുന്നില്ല? തിരിയുന്നില്ല? കേൾക്കാം. ഇനി ആർക്കാ? അജിസലിനാണോ കേൾക്കാത്തത്? ന്യൂ വേർഡ്.
മിസ് എനിക്ക് കേൾക്കാം. Okay. Okay. New words. Clattered down on the roof. What is the meaning of clattered down on the roof? Fell on the roof with a rough, loud noise. അതായത് വലിയ സൗണ്ടിൽ മഴവെള്ളം വീടിന് മുകളിലേക്ക് വീഴുന്നതിനെയാണ് clattered down on the roof. Gushed, flowed down with force. ആ മഴവെള്ളം റൂഫിൽ നിന്നും ശക്തമായിട്ട് താഴേക്ക് പതിക്കുന്നതിനെയാണ് gushed. Disaster, an unexpected event that caused a lot of damage and loss. Disaster എന്ന് പറഞ്ഞാൽ ദുരന്തം, പെട്ടെന്ന് സംഭവിക്കുന്ന, അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു ഇതും പിന്നെ ഒത്തിരി ഡാമേജുകൾ ഉണ്ടാകുന്നതിനാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. റീഡ് ആൻഡ് റൈറ്റ്, അത് നിങ്ങൾ ആൻസർ ഞാൻ ചോദിക്കുന്ന ഒരു ആൻസർ പറയണം കേട്ടോ. ഓക്കെ, റെഡി? ആർ യു റെഡി? The river overflowed because of heavy rain. Rilu a bit. Say the answer. That sentence is true or false? True or false? True. Yes, true. Write down all of you. True. The river overflowed because of heavy rain. True. Enough. I heard. I can hear. True. Water. Second sentence. The flood water entered the village. Flood water entered the village. True or false? False. ഫ്ലഡ് വാട്ടർ വന്നില്ലേ, വില്ലേജ് കയറിയില്ലേ? അതുകൊണ്ടല്ലേ Next, third sentence. The flood carried everything away from Raja's house. രാജാവിന്റെ വീട്ടിൽ നിന്നും എല്ലാം ഒഴുക്കിക്കൊണ്ട് പോയോ? False. Raja and his family grew frightened and upset. അവര് ഭയങ്കര പേടിച്ച് അപ്സെറ്റ് ആയിട്ടാണോ പോയത്, അല്ലയോ കാം ആയിട്ടാണോ പോയത്? False. അവര് പേടിച്ചില്ലേ? Raja's family knew how to save themselves from disasters. True. അവർക്കറിയാം എങ്ങനെ ഡിസാസ്റ്ററിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാമെന്ന് അറിയാം. അതുകൊണ്ടാണ് അവർ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് പോയത് അല്ലേ? Next, answer these questions. അത് ഞാൻ പിന്നീട് സെൻഡ് ചെയ്യാവേ, വാട്സാപ്പിൽ സെൻഡ് ചെയ്യാം ഗ്രൂപ്പില്. ഫൺ വിത്ത് വേർഡ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യേണ്ടതാണ് ഇതെല്ലാം. ഫൈൻഡ് ദ ഹിഡൻ വേർഡ്സ് ഇൻ ദീസ് വേർഡ്സ്. ഹിഡൻ, അതിൽ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വേർഡ് ഉണ്ടാവും, അത് കണ്ടുപിടിച്ച് എഴുതുക. ഇതൊക്കെ കളിയായിട്ട് ചെയ്യേണ്ടതാണ്. ഇറ്റ്സ് എ ഗെയിം. ഫസ്റ്റ് വൺ ഇസ് given. Think, ing. എല്ലാരും മ്യൂട്ട് ചെയ്യോ? ഒന്നും കൂടി പറഞ്ഞുതരോ? മിസ്സേ എല്ലാരും മ്യൂട്ട് ആക്കുവോ? മ്യൂട്ട് ആക്കിയതാണ്, പക്ഷേ
ഓക്കെ. ബ്ലോക്ക്. ബ്ലോക്ക്. അതിൽ നിന്ന് ഒരു വേർഡ് കണ്ടുപിടിച്ചേ. ലോക്ക്. മിസ്സേ ലോക്ക്. വാട്ട് ഈസ് ലോക്ക്. ലോക്ക്? LOCK. ലോക്ക്. LOCK. ഗ്രേറ്റ്. ഗ്രേറ്റിൽ നിന്ന് ഒരു വേർഡ് കണ്ടുപിടിച്ചേ. ഈറ്റ്. അങ്ങനെയില്ല. എന്തിനറിയോ? അതുപോലെ പറയുന്നത്. ഈറ്റ്. EAT. ഈറ്റ്. 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 Never. Next word is never. Ever. 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 Never. Ever. 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 ആ N കളഞ്ഞു കഴിയുമ്പോൾ ever എന്നൊരു വേർഡ് വിട്ടു അല്ലേ? അടുത്തത് ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് Light. മനസ്സിലാകുന്നുണ്ടോ? ലൈറ്റ്. LIGHT. ലൈറ്റ്. കയറ്. കയറ്. എന്നൊരു വേർഡ് കണ്ടുപിടിച്ചേ. കെയർ. 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 CARE. കെയർ. അടുത്ത പേജ് നോക്കിയേ. മാച്ച് ദ ഫ്രേസസ് വിത്ത് ദ നൗൺസ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ. True or false? First one true, second one true, third one false, fourth one false, fifth one true. Match the phrases with the nouns. Match the following. Okay. A drop of എന്തായിരിക്കും? കേക്ക് ആണോ, ഇങ്ക് ആണോ, സാൾട്ട് ആണോ, സാൻഡ് ആണോ, പേപ്പർ ആണോ? A drop of. തുള്ളിയായിട്ട് വീഴുന്നത് എന്തായിരിക്കും? ഇതില് കേക്ക് തുള്ളിയായിട്ട് വീഴൂല, സാൾട്ട് വീഴൂല, സാൻഡ് വീഴില്ല, പേപ്പർ വീഴൂല. അപ്പൊ എന്തായിരിക്കും? ഇങ്ക്. ഓക്കെ. A drop of ink. മിസ് എല്ലാരും മ്യൂട്ട് ചെയ്യാവോ? ഞാൻ ചെയ്യുന്നുണ്ട്. അത് കുറച്ചു പേര് അതിൽ നിന്നും മാറുന്നതാ. അതെന്താ ചെയ്യേണ്ടത്? മ്യൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. A pinch of. പിഞ്ച്. ഇങ്ങനെ ഞുള്ളി എടുത്തിട്ട് എന്താ ഇടുന്നത്? കേക്കാണോ ഞുള്ളി എടുക്കുന്നത്? സാൾട്ട് ആണോ, സാൻഡ് ആണോ, പേപ്പർ ആണോ? സോൾട്ട്. A pinch of salt. 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 Pinch of salt. അടുത്തത് എ സ്ലൈസ് ഓഫ്. കഷ്ണങ്ങളാക്കി വെക്കുന്നത് എന്തായിരിക്കും? അതിൽ കേക്ക് ആണോ, സാൻഡ് ആണോ, പേപ്പർ ആണോ? കേക്ക്. കേക്ക്. എ സ്ലൈസ് ഓഫ് കേക്ക്. എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എ ഷീറ്റ് ഓഫ് പേപ്പർ. പേപ്പർ. ഷീറ്റ് ഓഫ് പേപ്പർ.
എ ഹീപ്പ് ഓഫ് സാൻഡ്. സാൻഡ്. കൂനയായിട്ട്, ഹീപ്പ് എന്ന് പറഞ്ഞാൽ കൂനയായിട്ട് ഇടുന്നത് അല്ലേ? ഹീപ്പ് ഓഫ് സാൻഡ്. സാൻഡ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ. ബൈ. ബൈ. ഇപ്പോൾ തന്നെ ഉണ്ട് അടുത്ത ക്ലാസ്. ബൈ 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 ബൈ.